ഛർദിയുമായി 6 മലയാളികൾ തമിഴ്നാട്ടിൽ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്നും 35 കോടി രൂപ വില വരുന്ന ഛർദിയാണ് കണ്ടെത്തിയത്. പ്രതികളെ തമിഴ്നാട് പോലീസ് അവിടുത്തെ വനം വകുപ്പിനും കൈമാറി. കേട്ടോ, തിമിംഗല ഛർദി എന്താ ഇതിനത്തെ പ്രത്യേകത ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പല ന്യൂസുകളിലും കേട്ടിട്ടുണ്ടല്ലേ, തിമിംഗല ഛർദിയുമായിട്ട് ആളുകൾ പിടിയിൽ, കോടിക്കണക്കിന് രൂപ വരുന്ന തിമിംഗല ഛർദി. അപ്പോൾ എന്താണത്, എന്തിനാണത് ഉപയോഗിക്കുന്നത്? ആ തിമിംഗല ഛർദി എന്ന് പറഞ്ഞാൽ ആംബർഗ്രീസ്, അത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് പെർഫ്യൂം മേഖലയിലാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമുകളിൽ ഫ്രാഗ്രൻസിനെ ലാസ്റ്റ് ചെയ്യിക്കാനും ഫ്രാഗ്രൻസിൻ്റെ ക്വാളിറ്റിക്കും വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ ആംബർഗ്രീസ് എന്ന് പറയുന്നത്. എന്നാൽ പല പെർഫ്യൂമുകളുടെ കൂടെ നമ്മൾ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടല്ലേ, ആംബർ ഇമ്പീരിയൽ, ആംബർ എറ്റേണൽ, ആംബർ എസെൻസ്, അങ്ങനെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്താണ് ഈ ഇത്രയും വില പിടിപ്പുള്ള ഒരു വസ്തു നമുക്ക് ചിലപ്പോൾ തുച്ഛമായ ഒരു 50 ദിറംസിനോ അല്ലെങ്കിൽ 30 ദിറംസിനോ ഈവൻ 20 ദിറംസിന് പോലും കിട്ടുന്ന പെർഫ്യൂമുകളിൽ ഈ ഒരു പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ഇത്രയും വില പിടിപ്പുള്ള ഒരു വസ്തു 20 ദിറംസിന് പെർഫ്യൂമിൽ നമുക്ക് എങ്ങനെ തരുന്നത്? അപ്പോൾ അവിടെ ഒരു മാജിക് ഉണ്ടല്ലേ. അപ്പോൾ അതാണ് 3 വസ്തുക്കളാണ്. ഒന്ന് ആംബർഗ്രീസ്, ഒന്ന് ആംബർ, ഒന്ന് ആംബ്രോക്സിൻ. ഈ 3 മെറ്റീരിയലുകളാണ് ഇവിടെ കളി നടത്തുന്നത്. ആക്ച്വലി ഈ ആംബർഗ്രീസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമുകളിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്താ പറയുക, നമ്മൾ ടക്സിഡോ, അതുപോലെ ബക്രാത്ത് റോജ് 540, ഇങ്ങനെയുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമുകളിൽ ആണ് ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്നാൽ ആംബർ എന്ന് പറയുന്നത് തീർത്തും മരങ്ങളുടെ പൈൻ മരത്തിൻ്റെ കറകളിൽ നിന്നുമാണ് അത് ലഭിക്കുന്നതെന്ന് പറയാം. അത് വർഷങ്ങളോളം മണ്ണിൽ ഫോസിലൈസ് ചെയ്ത് അത് ഒരു ഖരരൂപത്തിലുള്ള ഒരു സ്റ്റോൺ രൂപത്തിലുള്ള ഒരു വസ്തുവായി മാറി. ആ വസ്തു അതിന് ആക്ച്വലി പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. അത് പിന്നെ മറ്റുള്ള മെറ്റീരിയൽസുമായിട്ട് ചേർത്ത് നമുക്ക് കുറച്ച് ഹോട്ട് ആൻഡ് സ്പൈസി സ്വീറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആക്കി മാറ്റാൻ പറ്റും. അതാണ് അംബർ. ആ അംബർ ഉപയോഗിക്കുന്ന പല പെർഫ്യൂമുകളും നമുക്കറിയാം. അംബർ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകളിൽ പെട്ട ഒരു പെർഫ്യൂമാണ് ഡോൾച്ചി ഗബാന ദ 1 EDP വെർഷൻ, ദ വാലന്റിനോ, ഡോണ, ബോൺ ഇൻ റോമ, ഇന്റൻസ്, ഇവയിലൊക്കെ അംബറാണ് ഉപയോഗിക്കുന്നത് ആക്ച്വലി. എന്നാൽ ആംബ്രോക്സിൻ എന്ന് പറയുന്നത് ഒരു ചീപ്പ് മെറ്റീരിയലാണ്, സിന്തറ്റിക് മെറ്റീരിയലാണ്. അത് ലാബിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അത്തരം മെറ്റീരിയലുകളാണ് ആക്ച്വലി നമ്മൾ ഈ വില കുറഞ്ഞ പെർഫ്യൂമുകളിൽ അംബർ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. അത് അത്തരം പെർഫ്യൂമുകളാണ് ഈ മോൺബ്ലാങ്ക്, എക്സ്പ്ലോറർ, വെർസാച്ചി, എറോസ്, ഇതൊക്കെ അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഈവൻ 20 ദിറംസിന് പെർഫ്യൂമിൽ പോലും നമ്മൾ അംബർ എന്ന് പറയുന്നത് ഈ ആംബ്രോക്സിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ മെറ്റീരിയലാണ്. ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ഇതിൻ്റെ ക്രിയേഷൻ അനുസരിച്ചും ഇതിൻ്റെ വിലയിലും അങ്ങനെ മാറ്റം ഉണ്ടാവും. എന്നാൽ ഈ ആംബർഗ്രീസ് എന്ന് പറയുന്നത് തീർത്തും വളരെ സ്പെഷ്യലാണ്. കാരണം ഇത് കിട്ടുന്നത് വളരെ റയറാണ്. ഇത് നമുക്ക് ലഭിക്കുന്നത് തീരപ്രദേശങ്ങളിൽ നിന്ന്, കടലിൽ നിന്നൊക്കെയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേം വെയിൽസ് എന്ന് പറയുന്ന ഒരിനം പ്രത്യേകതരം തിമിംഗലങ്ങളാണ്. അവയുടെ ദഹനവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ഇത്തരം വസ്തുക്കൾ അവർ കടലിൽ പുറന്തള്ളുമ്പോൾ അത് വർഷങ്ങളോളം കടലിൽ കിടന്ന് കടലിലെ വെള്ളവുമായിട്ടും അന്തരീക്ഷത്തിലെ വായുമായിട്ടും കടലിലെ സോൾട്ടുമായിട്ടും അങ്ങനെ പല മെറ്റീരിയൽസുമായിട്ടും ഇടപഴകി അതിന് വർഷങ്ങളുടെ പഴക്കം ചെന്ന് അതിന് പ്രത്യേക ഒരു രൂപവും ഒരു പ്രത്യേക സ്മെല്ലും അതിന് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. അതാണ് നമ്മൾ പെർഫ്യൂമുകളിൽ ഉപയോഗിക്കുന്നത്. പെർഫ്യൂമിൻ്റെ ലാസ്റ്റിങ്ങിനും പെർഫ്യൂമിൻ്റെ